പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് പാർലമെന്റിലേക്ക് പുറപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പം മുൻപാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ദ്രൗപദി മുർമു പാർലമെന്റിലേക്ക് പുറപ്പെട്ടത്. 11 മണിയോടെ ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പാർലമെന്റിൽ ആദ്യമായാണ് രാഷ്ട്രപതി സംബോധന ചെയ്യുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിനായി രാഷ്ട്രപതി പാർലമെന്റിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എപ്പോൾ രാഷ്ട്രപതി പാർലമെന്റിലെത്തും, എപ്പോൾ സംബോധന ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? संसद भवन भी है जिसका निर्माण किया गया. വേണു, ഈ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം ഏതാണ്ട് പാർലമെന്റിനോട് അടുക്കുന്നു. ഈ വിജയ് ചൗക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വേണു ഇപ്പോൾ കാണുന്നത്. വിജയ് ചൗക്കിൽ നിന്ന് നേരിട്ട് പാർലമെന്റിലേക്ക് കടന്നു വരികയാണ് രാഷ്ട്രപതി ചെയ്യുക. ഈ പ്രധാനമന്ത്രിയൊക്കെ അടക്കം കടന്നു വരുന്ന ഒരു ഗേറ്റുണ്ട്. ആ ഗേറ്റിലൂടെ തന്നെയാണ് രാഷ്ട്രപതിയുടെയും പ്രവേശനം. പാർലമെന്റിന്റെ പ്രധാന ഗേറ്റ് എന്ന രീതിയിൽ പരിഗണിക്കുന്നത് ഇപ്പോഴും ആ ഗേറ്റാണ്. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഭാഗമാണെങ്കിലും പാർലമെന്റ് സമുച്ചയങ്ങളുടെ പ്രധാന ഗേറ്റ് എന്ന വിധത്തിലാണ് ഈ ഗേറ്റിനെ പരിഗണിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നു. മഞ്ഞിൽ മൂടിയ ഡൽഹി, ആ ഡൽഹിയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഒരു കാഴ്ചാപരിധി കുറവായതുകൊണ്ട് തന്നെ മഞ്ഞ് ദൃശ്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. രാഷ്ട്രപതിയുടെ അംഗരക്ഷകരോടൊപ്പമുള്ള പ്രവേശനം, പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കുള്ള പ്രവേശനം അല്പസമയത്തിനകം ഉണ്ടാകും. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വിജയ് ചൗക്കിൽ എത്തിയിട്ടുണ്ട് രാഷ്ട്രപതിയുടെ വ്യൂഹം. അത് അല്പസമയത്തിനകം പാർലമെന്റിലേക്ക് പ്രവേശിക്കും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അല്പസമയത്തിന് മുമ്പാണ് രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ നിന്ന്, രാഷ്ട്രപതി ഭവനിലെ മുൻഭാഗത്തെ മൈതാനത്തിന് മുൻവശത്തിന് പറയുന്നത് ഫോർകോർട്ട് എന്നുള്ളതാണ്. വളരെ വിപുലമായിട്ടുള്ള ആ മൈതാന സമാനമായിട്ടുള്ള ഇടത്തു നിന്നാണ് രാഷ്ട്രപതി ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ വിജയ് ചൗക്കിലേക്ക് ഈ യാത്ര എത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി പാർലമെന്റിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. പാർലമെന്റിന്റെ ഉള്ളിലേക്ക് വാഹനവ്യൂഹം കടന്നിരിക്കുകയാണ്. ഈ വാഹനവ്യൂഹം അല്പസമയത്തിനകം പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും അടക്കമുള്ളവർ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുന്നത്. പുതിയ പാർലമെന്റിലേക്ക് രാഷ്ട്രപതി എത്തുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണ വരെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ കാലഘട്ടത്തിൽ പാർലമെന്റിലേക്ക് രാഷ്ട്രപതി എത്തിയിരുന്നത് സെൻട്രൽ ഹാളിലേക്ക് ആയിരുന്നു. എന്നാൽ ഇത്തവണ എത്തുന്നത് സെൻട്രൽ ഹാളിലേക്ക് അല്ല, മറിച്ച് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ലോക്സഭയിലേക്കായിരിക്കും രാഷ്ട്രപതി എത്തുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. പുതിയ പാർലമെന്റ് മന്ദിരം, രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം ഗേറ്റ് കടന്ന് അകത്തേക്ക്, പാർലമെന്റിന്റെ പ്രധാന ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായ ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച പാർലമെന്റിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത സർക്കാർ പുലർത്തുന്നു എന്നത് നമുക്ക് ഈ ക്രമീകരണങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക് പ്രവേശനമുണ്ടായിരുന്നു. ഒപ്പം ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇതിനകം തന്നെ സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം സഭാ നടപടികളിലേക്ക് കടക്കും. സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം ആണ്. സഭയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാരിന്റെ കൂടി അവസാനത്തെ ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് അതിന് വലിയ പ്രാധാന്യം ഉണ്ട്. രണ്ടു പക്ഷത്തെയും നേതാക്കന്മാർ അവരവരുടെ തന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നത് ഇന്ന് രാവിലെ യോഗം ചേർന്ന് ആസൂത്രണം ചെയ്തിരുന്നു. അല്പസമയത്തിന് മുമ്പാണ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം അവസാനിച്ചത്. ഏതാണ്ട് 15 മിനിറ്റോളം ആണ് യോഗം നീണ്ടു നിന്നിരുന്നതെങ്കിലും അവർ പൊതുവായിട്ട് നടത്തേണ്ട ആശയവിനിമയം സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആ ആശയവിനിമയം ഉണ്ടായി എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം അവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സാധാരണഗതിയിൽ മുൻപ് ഒക്കെ ഉണ്ടായിരുന്നത് വളരെ വേഗത്തിൽ തന്നെ ഈ യാത്ര എത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ രഥമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വാഹന വ്യൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ കാലതാമസം അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അല്പസമയത്തിനകം രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തും. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുടെ പ്രാധാന്യം എന്നതിലുപരി രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് അഥവാ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് നമ്മുടെ ഭരണഘടനാപരമായിട്ട് തന്നെ വലിയ പ്രാധാന്യം ആണ് ഉള്ളത്. രണ്ടു സഭകളെയും ചേർത്ത് നിർത്തുന്ന രാഷ്ട്രപതി ഫെഡറൽ സംവിധാനത്തിന്റെ കാവലാളായിട്ടുള്ള നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അന്തസത്ത
പുലർത്തുന്ന വിധത്തിലാണ് ഈ നയപ്രഖ്യാപനം നടത്തുക എന്നാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. സർക്കാരുകൾ മാറി മാറി വരുമെങ്കിലും എൻ്റെ സർക്കാർ എന്ന അഭിസംബോധനയിൽ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസൃതമായിട്ട് വിവക്ഷിക്കുന്ന ജനാധിപത്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാകും രാഷ്ട്രപതി ചെയ്യുക. രാജ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളിൽ നടന്നു വന്ന വികസന പദ്ധതികളുടെയും ക്ഷേമ പദ്ധതികളുടെയും ഒരു മൂല്യനിർണ്ണയം അഥവാ വിലയിരുത്തലാകും രാഷ്ട്രപതി സാധാരണഗതിയിൽ അവരുടെ ഈ അഭിസംബോധന ചടങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. ഒപ്പം ഏതൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടും ഏതൊക്കെ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് രാഷ്ട്രപതി ഇതുമായി ബന്ധപ്പെട്ട് പറയുക. രാഷ്ട്രപതി ഇന്ന് ഈ നടത്തുന്ന നയപ്രഖ്യാപനത്തിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്ന ദിവസങ്ങളിൽ ഈ പൗരത്വ ഭേദഗതി ബില്ല് രണ്ട് സഭകളും പാസ്സാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രപതി പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാഷ്ട്രപതിയെ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചേർന്ന് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രപതിക്ക് പാർലമെന്റിലെ സുരക്ഷാ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാനായി പാർലമെന്റിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാധാകൃഷ്ണൻ, തുടരാം. വേണു, ഇനിയാണ് സുപ്രധാനമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് സഭ കടക്കാനായിട്ട് പോകുന്നത്. സഭയിലെത്തിയ രാഷ്ട്രപതിയെ യഥോചിതം സ്വീകരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒപ്പം സ്പീക്കറിനെയും കാണാം. പാർലമെന്ററി കാര്യമന്ത്രി അടക്കമുള്ളവർ രാഷ്ട്രപതിയോടൊപ്പമുണ്ട്. രാഷ്ട്രപതി പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചെങ്കോൽ രാഷ്ട്രപതിക്ക് മുന്നിലായി ഏന്തുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അധികാര സമവാക്യങ്ങളുടെ കൂട്ടത്തിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യ ലബ്ധി ഉണ്ടായപ്പോൾ കൈമാറിയ ചെങ്കോൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വിധത്തിൽ ആ ചെങ്കോൽ ഏന്തിയാണ് ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. രാഷ്ട്രപതിയുടെ മുമ്പിൽ ചെങ്കോൽ വഹിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാഷ്ട്രപതി പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് നയപ്രഖ്യാപന നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രാഷ്ട്രപതി ഈ നയപ്രഖ്യാപന പ്രസംഗം നിർവഹിക്കും. 1 മണിക്കൂറോളം ആണ് സാധാരണഗതിയിൽ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാവുക. ഇത്തവണ ഈ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ സർക്കാർ സഭയിൽ അവതരിപ്പിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മേശപ്പുറത്ത് വയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സർവേ ഇല്ലാത്ത സാഹചര്യത്തിൽ അതിനനുബന്ധമായിട്ടുള്ള കാര്യം 10 വർഷത്തെ വിവരങ്ങൾ രാജ്യം ഒരു 2047 ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഒരു വികസിത രാജ്യമായി മാറും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും രാഷ്ട്രപതിയുടെ ഈ നയപ്രഖ്യാപന പ്രസംഗം എന്നാണ് എല്ലാവരും കരുതുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ അപ്രകാരം അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രപതി പാർലമെന്റ് ലോക്സഭയിലേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ നയപ്രഖ്യാപന പ്രസംഗം നിർവഹിക്കാനായിട്ട് സഭയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെങ്കോൽ രാഷ്ട്രപതിക്ക് മുമ്പിലായി വഹിച്ചിരിക്കുന്നു എന്നുള്ളതും ഇത്തവണത്തെ ഒരു കാഴ്ചയുടെ ഒരു ശ്രദ്ധേയം ആക്കുന്നുണ്ട്. ചില ഘടകങ്ങൾ പ്രത്യേകിച്ച് ഈ റിപ്പബ്ലിക് ദിന മുതൽ നമ്മൾ കാണുന്നത് ചില പുതിയ പതിവുകൾ വരുന്നു എന്നുള്ളതാണ്. ബാൻഡ് സാധാരണ റിപ്പബ്ലിക് ദിനത്തിൽ ബാൻഡുകൾ ഇരുന്നിടത്ത് ഇത്തവണ ഉപയോഗിച്ചത് ശംഖാണ്. രാഷ്ട്രപതിക്ക് ഇപ്പോൾ രാഷ്ട്രപതിയുടെ സന്ദർശനം രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിനെത്തുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഇപ്പോൾ ചെങ്കോൽ ആണ് രാഷ്ട്രപതിക്ക് മുമ്പിലായിട്ട് പോകുന്നത്. അതും രാജ്യത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ കാഴ്ച എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾക്കാണ് കഴിഞ്ഞ തവണകളിൽ സഭ സാക്ഷ്യം വഹിച്ചത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രപതി ഇത്തവണ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രപതി ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്നു. അധ്യക്ഷ പീഠത്തിലേക്ക് രാഷ്ട്രപതി പ്രവേശിക്കുകയാണ്. രാഷ്ട്രപതി അഭിസംബോധന ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതിയുടെ പ്രവേശനം